കാരണം അത്രയും ബ്രില്യന്റ് പടം, അത്ര അവതാര സിനിമയ്ക്ക് മുകളിൽ നിൽക്കും. കുഴപ്പമൊന്നുമില്ല, ഇപ്രാവശ്യം ഓണം കയറും, കയറിയിരിക്കും. പടം എങ്ങനെയുണ്ട്? പടം അടിപൊളി സിനിമയാണ്. പിന്നെ വൈകിട്ട് 3D ഉണ്ടാവും, കാണാൻ വരുന്ന എല്ലാവരും. അടിപൊളിയാണ് സിനിമ. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി, ഒന്നും പറയാല്ല, അടിപൊളി സിനിമ. ആക്ഷൻ ഒക്കെ ഫുൾ എങ്ങനെയുണ്ട്? ആക്ഷൻ സ്റ്റോറി കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയാണ്. നിങ്ങൾ വന്ന് എല്ലാവരും കണ്ടു നോക്കുക, അടിപൊളി സിനിമയാണ്. എടുത്തു പറയാൻ എന്താ തോന്നി? ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ മണിയനെ ഒന്നും പറയാല്ല, മണി അടിപൊളി കിട്ടും. പിന്നെ ലവ് സീനൊക്കെ അടിപൊളിയാണ്. എത്ര സ്റ്റാർ കൊടുക്കാം? 5 സ്റ്റാറും കൊടുക്കാം. ഫുൾ സ്റ്റാർ. ഓക്കേ. പടം ഒരു രക്ഷയില്ല. ഞങ്ങളുടെ എനിക്കൊത്ത പറയാനുള്ള പിക്ചർ അഭി ബാക്കി ഹേ. ഇനി കാണാൻ കിടക്കുന്നു 10 കോടിയോ ഇതില്ല. അതിനേക്കാൾ ഞങ്ങളുടെ ഒരു ആവറേജ് പടം ഒന്നുമില്ല. ഞാൻ ടൊവിനോ ഇന്നലെ കൂടെ കണ്ടതേ ഉള്ളൂ. നല്ലൊരു പടമാവട്ടെ, അതുപോലെ തന്നെ ഓളം തൂക്കി എന്ന് പറയാൻ പറ്റുന്നത് ഇനിയും പടങ്ങൾ വരുന്നേ ഉള്ളൂ. ആക്ഷൻ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ആദ്യത്തെ ടൊവിനോയുടെ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു ഗെറ്റപ്പും ആ സ്റ്റൈലും മീശിങ്ങനെ വയ്ക്കുന്ന ഒരു സ്റ്റൈലും അതൊക്കെ നല്ലൊരു പടമാണ്. അപ്പോൾ ഇനിയും തുടർന്ന് മണിയനും ഓക്കെ ആ ഒരു ഗെറ്റപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവസാനത്തെ ആ ഒരു എന്താണ് ഒരു മോഷണം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കഥ ഞാൻ പറയുന്നില്ല. എന്തായാലും ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ OTT പോയി കാണാൻ ശ്രമിക്കരുത്. തിയേറ്ററിൽ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ മാസ്മരികമായ ഒരു പടം, ആക്ഷൻ ത്രില്ലറൊക്കെയാണ്. അപ്പോൾ എന്തായാലും അത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഓണത്തിന് ഇപ്പോൾ ഇനി പടം എനിക്ക് 100 ഓണം ഏറെ എടുക്കുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ടൊവിനോട് ഡൈ ഹാർട്ട് ഫാനൊക്കെയാണ്. അപ്പോൾ ടൊവിനെ ഇന്നും കണ്ടു, ഇന്നലെയും കണ്ടു, ഇനി കാണണ്ടേ. ഇപ്പോൾ ഓണത്തിന് ടൊവിനെ തൂക്കിയെടുക്കുന്നതായിരിക്കും. ഇനിയും പടം വരുന്നുണ്ട്, പക്ഷെ എന്നാലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഓണം ടൊവിനോ എടുക്കും, ഉറപ്പാണ്. എത്ര സ്റ്റാർ കൊടുക്കാം? 5 ഒരു 4.5 അങ്ങനെയൊക്കെ വേണം പറയാം. കാര്യം ആ ഒരു ചെറിയൊരു ക്ലീഷയൊക്കെ ഉണ്ടെന്നാലും 4.5 കൊടുക്കാം. ഓക്കെ, ഇത് പടം കുഴപ്പമില്ല, രസമുണ്ട്. കാരണം ടൊവിനോയുടെ ഇത് വെറൈറ്റി പടമാണ്. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, ഇപ്രാവശ്യം ഓണം കയറിയിരിക്കും. അത് കിടക്കാച്ചിയാണ് സൂപ്പറാണ്. കാരണം ടൊവിനോയുടെ വലിയ ഫാനാണ് ഞാൻ ടൊവിനോയുടെ കുറേ പടം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ വ്യത്യസ്ത പടം ഇത്. കാരണം ഇതിൽ 3 ക്യാരക്ടർ കിടക്കാച്ചിയാണ്. ഒരു രക്ഷയില്ല, ഒരു കയറ്ററിവില്ല. അത് പാട്ടായാലും റീച്ച് ആയാലും എൻ്റെ മ്യൂസിക്കായാലും നാടൻ ശൈലി കലരിപ്പയറ്റ് ഞാൻ ഇത്ര ഭംഗിയിൽ ടൊവിനോ കലരിപ്പയറ്റ് കളിക്കുന്ന വിചാരിച്ചില്ല. ഒരു യൂട്യൂബ് മറ്റേ ഇൻസ്റ്റയിൽ സിമിമുള്ളായിട്ടൊരു ഇതുണ്ടായിരുന്നു ടൊവിനോടെ. പക്ഷെ അത് ഇതിൽ കിടക്കാച്ചി പൊളിച്ച് പടം നല്ല പടമാണ്. കാരണം ARM അജയൻ്റെ രണ്ടാം മോഷണം. കാരണം ഇതൊരു 3D സാങ്കേതിക വിദ്യയിൽ ഇത്രയും നല്ല മികവുറ്റ ഒരു സിനിമ മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ആക്ടർ ടൊവിനോ തോമസ് എന്ന് പറയുന്ന ആക്ടർ വളരെ ഭംഗിയായിട്ടാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് പെർഫോമൻസ് കൊണ്ട്. കാരണം അത്രയും ബ്രില്യൻ്റ് പടം, അത്ര പെർഫെക്ഷനുള്ള ഒരു സിനിമയാണ്. വർഷങ്ങളെടുത്തിട്ടുള്ള അത്ര അദ്ദേഹത്തിൻ്റെ എഫേർട്ട്, ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ എഫേർട്ട് വളരെ സക്സസ്ഫുൾ ആയിരിക്കുകയാണ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ അവതാര സിനിമയ്ക്ക് മുകളിൽ നിൽക്കും ഈ സിനിമ. ഇത് അദ്ദേഹത്തിന് എനിക്ക് ഈ ജെയിംസ് കാമറോൺ എന്ന പേര് കൊടുക്കാനാണ് എനിക്ക് ഇഷ്ടം.